ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഈ കേശം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം നിർദ്ദേശത്തിലൂടെ കൊടുക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന സാക്ഷാൽ ഷെയ്ഖ് അഹമ്മദ് ഖസ്റജി, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. കാന്തപുരത്തിൻ്റെ ഷെയ്ഖ് അദ്ദേഹമാണല്ലോ ഈ തിരുകേശം എന്ന് പറയുന്ന കേശം ഇങ്ങോട്ട് കൈമാറിയത്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ കൈവശം ധാരാളം കേശങ്ങളുണ്ട്. ഞാൻ ആ കേശത്തിൽ നിന്ന് ഒന്ന് താഴെ വീണ് പോയാൽ ഞാനതെടുത്ത് ഈ വീണ്ടും ഇതിലേക്ക് വെക്കുന്നതിന് മുമ്പ് അത് മറ്റേതെങ്കിലും കേശമായിരിക്കുമോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാനത് കൃത്യമായി തീയിൽ കാണിച്ചു നോക്കി കത്തിച്ചിട്ട് കത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഈ കേശത്തിലേക്ക് വെക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ, സാക്ഷാൽ അഹമ്മദ് ഖസ്റജി പറയുന്ന കാര്യം. إن شعر النبي صلى الله عليه وسلم لا تحرقه النار وقد تأكدت من ذلك مرارا وذلك عندما أكون في خدمة الشعر فلا أرجع شعرة سقطت إلى الشعر إلا بعد التأكد منها وذلك بعرضها على النار خوفا من أن يختلط بشعر النبي صلى الله عليه وسلم غيره. കൃത്യമായി നാം കേട്ടല്ലോ. അഹമ്മദ് ഖസ്റജി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തുന്ന പ്രശ്നമേ ഇല്ല. പല തവണ ഞാൻ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഖസ്റജിയാണ് പറയുന്നത്. എങ്ങനെ പരിശോധിച്ച് ഉറപ്പിച്ച് വരുത്തി? നിങ്ങൾ ആ വാചകം കേട്ടില്ലേ? വദാലിക ബിഅർളിഹാ മിനൻ നാർ. അത് തീയിൽ കാണിച്ചുകൊണ്ട് തന്നെ കത്തിച്ചുകൊണ്ട് തന്നെ കത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനിത് ഇങ്ങോട്ട് എടുത്ത് വച്ചിരിക്കുന്നത്. സാക്ഷാൽ ഖസ്റജിക്ക് തെറ്റ് പറ്റിയോ? കാന്തപുരം ഉസ്താദിന് മുടി കൈമാറിയ ഖസ്റജിക്ക് തെറ്റ് പറ്റിയോ? എന്നിട്ട് നിങ്ങൾ ആ തെറ്റ് തിരുത്തിയോ? വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്.